അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു വാർത്ത. ഇവർക്ക് എങ്ങനെയാണ് ഈ സ്ത്രീയോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ആ സ്ത്രീ എത്ര പാവമായിരിക്കും, എത്ര സഹിച്ചിട്ടുണ്ടാകും? ഒന്നുമില്ലെങ്കിൽ ഒരു സ്ത്രീയല്ലേ. സ്ത്രീധനത്തിൻ്റെ പേരിലുണ്ടായ പീഡനമാണത്രേ. അതും കൊടും ക്രൂരത നിറഞ്ഞ പീഡനം. എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചിന്തിച്ചു പോകും. നേരിട്ട് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൊടും ക്രൂരതയ്ക്ക് ഇരയായിരിക്കുകയാണ് ഈ പാവം സ്ത്രീ. പൂയപ്പള്ളിയിൽ തുഷാര എന്ന ഈ പെൺകുട്ടി. ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ടായിരുന്നു ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. ഇവരൊക്കെ എന്താണ് ധരിച്ചിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്ത് ഇവർക്ക് സ്വസ്ഥമായി ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ കാണിച്ചതുകൊണ്ട് ഇവർക്ക് എന്താ കിട്ടിയേ? ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. തലച്ചോറില്ലാത്ത മനുഷ്യന്മാർ. കരുണാകപ്പള്ളിക്ക് സമീപമായിരുന്നു പൂയപ്പള്ളിയിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് കഠിനമായ ശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അത്രയ്ക്കും കൊടിയ പീഡനങ്ങളാണ് ആ പാവം തുഷാര എന്ന ആ 27-കാരി നേരിടേണ്ടി വന്നത്. സ്ത്രീധനത്തിൻ്റെ പേരിൽ തുടങ്ങിയ പീഡനങ്ങൾ ആ പാവം പെൺകുട്ടിയെ മരണത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ കേസിലെ പ്രതികളായ ഭർത്താവ് ചന്തുലാലും അമ്മ ഗീതാലാലിയും കുറ്റക്കാരാണെന്ന് കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജി വിധിക്കുകയായിരുന്നു. സ്ത്രീധനത്തിൻ്റെ പേരിലായിരുന്നു 28-കാരിയായ തുഷാരയെ പ്രതികൾ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഭർത്തു വീട്ടിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ തുഷാരയ്ക്ക് മരിക്കുമ്പോൾ 20 കിലോ ഭാരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ യുവതിയെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നും ഭക്ഷണമായി കൊടുത്തത് അരി കുതിർത്തതും പഞ്ചസാര വെള്ളവും മാത്രമാണ് കൊടുത്തിരുന്നത് എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ആഹാരം ലഭിക്കാതെ ഒടുവിൽ ന്യൂമോണിയ ബാധിച്ചാണ് യുവതി മരിച്ചതെന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയായിരുന്നു. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതയാണ് നടന്നത്. 2019 മാർച്ച് 21 രാത്രിയാണ് 28-കാരിയായ തുഷാര മരണപ്പെട്ട കാര്യം പുറലോകം അറിഞ്ഞത്. രാത്രി 1 മണിക്ക് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തിയ തുഷാരയുടെ അച്ഛനും അമ്മയും സഹോദരനും ബന്ധുക്കളും കണ്ടത് ശേഷിച്ച മൃതദേഹമായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ക്രൂര കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞു. ആമാശയത്തിൽ ഭക്ഷണത്തിൻ്റെ അംശം പോലുമില്ല. വയറൊട്ടി വാരിയെല്ല് തെളിഞ്ഞിരുന്നു. മാംസമില്ലാത്ത ശരീരത്തിൻ്റെ ഭാരം വെറും 21 കിലോ മാത്രമായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തുഷാരയെ ഭർത്താവ് ചന്തുലാലും അമ്മ ഗീതലാലും ചേർന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയതെന്നാണ് കണ്ടെത്തിയത്. 2013 തുഷാരയുടെയും ചന്തുലാലിൻ്റെയും വിവാഹം. സ്ത്രീധനത്തിൻ്റെ പേരിൽ 3-ാം മാസം മുതൽ തുഷാരയെയും കുടുംബത്തെയും ഭർത്താവും അമ്മയും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു. ആ പീഡനം അവസാനിച്ചത് തുഷാരയുടെ മരണത്തിലായിരുന്നു. തുഷാരയെ സ്വന്തം കുടുംബവുമായി സഹകരിക്കാൻ പ്രതികൾ സമ്മതിച്ചിരുന്നില്ല. തുഷാരയ്ക്ക് 2 കുട്ടികൾ ജനിച്ചിരുന്നു. കുട്ടികളെപ്പോലും തുഷാരയുടെ വീട്ടുകാരെ കാണാൻ അനുവദിച്ചിരുന്നില്ല. അമ്മ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് ഭർത്തൃമാതാവും വിലക്കി. കുട്ടിയെ നഴ്സറിയിൽ ചേർത്തിയപ്പോൾ അമ്മയുടെ അഭാവം അന്വേഷിച്ച അധ്യാപകരോട് തുഷാര കിടപ്പ് രോഗിയാണെന്ന് പ്രതികൾ ധരിപ്പിച്ചു. മാത്രമല്ല അമ്മയുടെ പേര് 2-ാം പ്രതിയുടെ പേരായ ഗീത എന്നാണെന്നും അധ്യാപികയെ വിശ്വസിപ്പിച്ചു. ശാസ്ത്രീയമായ തെളിവുകൾക്കൊപ്പം അയൽക്കാരുടെയും തുഷാരയുടെ 3.5 വയസ്സുള്ള കുട്ടിയെയും ശാസ്ത്രീയമായ തെളിവുകൾക്കൊപ്പം അധ്യാപികയുടെയും മൊഴിയാണ് പ്രതികളെ കുറ്റക്കാരാണെന്ന് വിധിക്കുന്നതിൽ നിർണായകമായത്. നാട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന വീട്ടിലെ വിവരങ്ങൾ അധികമാർക്കും അറിയില്ലായിരുന്നു. എങ്കിലും മിക്ക ദിവസങ്ങളിലും കൊല്ലപ്പെട്ട യുവതിയുടെ നിലവിളിയും കരച്ചിലും വീട്ടിൽ നിന്ന് കേട്ടിരുന്നതായി സമീപവാസികൾ പറഞ്ഞു. 1 വർഷമായി തുഷാരയുടെ അമ്മക്ക് ചന്തുലാലിൻ്റെ വീട്ടുകാർ സന്ദർശനം അനുവദിച്ചിരുന്നില്ല. 5 വർഷത്തിനിടെ സ്ത്രീധനമായി നൽകുമെന്ന് പറഞ്ഞിരുന്ന തുക അടുത്താഴ്ച ബന്ധുക്കൾ ഭർത്തൃവീട്ടിൽ എത്തിക്കാനിരിക്കെയാണ് തുഷാരയുടെ മരണം സംഭവിച്ചത്. 2 ലക്ഷം രൂപയാണ് സ്ത്രീധനം പറഞ്ഞിരുന്നുവെങ്കിലും ഇത് നൽകാൻ വൈകിയതിനാൽ 3 ലക്ഷം നൽകണമെന്നായിരുന്നു വീട്ടുകാരുടെ തീരുമാനം. ഇതിനായി ബാങ്ക് വായ്പയും കുടുംബം തരപ്പെടുത്തിയിരുന്നു. വിവാഹം കഴിഞ്ഞുള്ള 5 വർഷത്തിനിടെ 3 തവണ മാത്രമാണ് തുഷാര സ്വന്തം വീട്ടിലെത്തിയത്. വിവാഹം കഴിഞ്ഞ് 3 ദിവസം നഗരസഭയിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തിയപ്പോൾ താലിമാല മാറിയത് ബന്ധുക്കൾ ശ്രദ്ധിച്ചിരുന്നു. അന്വേഷണത്തിൽ വീട്ടുകാർ നൽകിയ 20 പവൻ സ്വർണം മാറ്റി ഭർത്തൃവീട്ടുകാർ അതേ രീതിയിലുള്ള മുക്കുപണ്ടം തുഷാരയ്ക്ക് നൽകിയതായി മനസ്സിലാക്കി. വിവാഹത്തിൻ്റെ കടങ്ങൾ മൂലമാണെന്ന
ധാരണയിൽ തുഷാരയുടെ വീട്ടുകാർ കൂടുതൽ അന്വേഷിച്ചില്ല. 2 കുട്ടികളുടെ പ്രസവത്തിന് വിളിക്കാൻ ചെന്നപ്പോഴും തുഷാരയെ വീട്ടിലേക്ക് അയക്കാൻ ഭർത്തു വീട്ടുകാർ തയ്യാറായില്ല. ഭർത്തു വീട്ടിൽ കൊടിയ പീഡനങ്ങളായിരുന്ന ഒരു സൂചനയും തുഷാര വീട്ടിലേക്ക് നൽകിയിരുന്നില്ല. ആ പെൺകുട്ടി ഇത്രയൊക്കെ അനുഭവിക്കുന്നതായിട്ടും ആ പെൺകുട്ടി വീട്ടുകാരോട് പറയുകയാണ്, തനിക്കിവിടെ സുഖമാണെന്നും നിങ്ങളൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലതെന്നും. ഇവരൊക്കെ എന്ത് ദുഷ്ടന്മാരാണ്! ഇവർക്കൊക്കെ ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. ഇവരെന്താണ് ധരിച്ചിരിക്കുന്നത്? ഈ കുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവർക്ക് സമാധാനമായി ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ അവർക്ക് സമാധാനമായിട്ടുണ്ടാകും. പാവം കുട്ടി. ഇങ്ങനൊരു അവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ. പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.